ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് വൈഷ്ണവിക്കുട്ടിയുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ വൈഷ്ണവിക്കുട്ടിക്ക് ഒരു കാര്യം മാത്രമേ നമ്മളോട് പറയാനുണ്ടായിരുന്നുള്ളൂ. അവളുടെ ഐബ്രോസ് ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കണം. നല്ല തിക്ക് ഐബ്രോസ് ഉണ്ടായിരുന്ന കുട്ടിയായിരുന്നു. പക്ഷേ ഓരോ സ്ഥലത്തുനിന്നും മാറി മാറി ചെയ്തുകൊണ്ടായിരിക്കാം അവളുടെ ഐബ്രോസ് ചില ഭാഗങ്ങളിൽ തിന്നായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് നല്ല തിക്ക് ഐബ്രോസ് തന്നെ ചെയ്യണം, നാച്ചുറലായിട്ട് ചെയ്യണം എന്നായിരുന്നു അവളുടെ ഒരു സജഷൻ എന്ന് പറയുന്നത്. വേറെ ഒരു സജഷനും, നല്ലൊരു മോളായിരുന്നു, വേറെ ഒരു സജഷനും അവൾക്ക് ഉണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ചേച്ചി ചെയ്തോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നാച്ചുറലായിട്ട് മതിയെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഐബ്രോസ് ചെസ്റ്റ്നട്ട് ഷെയ്ഡിലായിരുന്നു ചെയ്തു കൊടുത്തത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടു. അവൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഐബ്രോസ് വന്നു എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഐ ഷാഡോ ചെയ്തത്, ഐ മേക്കപ്പ് ചെയ്തത് നമ്മുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഐ മേക്കപ്പായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള ഹെവി ഐ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ നാച്ചുറലായിട്ടാണ് ചെയ്തത്. ലാഷസ് വെച്ചതും വലിയ ഹെവി ലാഷസ് ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റായിട്ടുള്ള ലാഷസ് ആയിരുന്നു വെച്ച് കൊടുത്തത്. പിന്നെ മസ്കാര ഇട്ടു. മെബ്ലിൻ്റെ മസ്കാര അതായിരുന്നു ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ മസ്കാരയൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഷെയ്ഡ് ലിപ്പിൻ്റെ ഷെയ്ഡൊക്കെ ഡ്രസ്സിന് സ്യൂട്ടാവുന്ന രീതിയിൽ ചെറിയ രീതിയിലൊരു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സിന് മാച്ചായിട്ടുള്ള രീതിയിൽ. ഇതാണ് വൈഷ്ണവിയുടെ ഐ മേക്കപ്പിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ചെറിയ പൊട്ടായിരുന്നു വെച്ച് കൊടുത്തത്. പിന്നെ ഞാനിതിൽ സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ കുറേ എന്താ പറയുക, അവിടെ ഇവിടെയൊക്കെ ഒരു വെള്ളി വീണിട്ടുണ്ട്. പക്ഷെ ഞാനതൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല. നിങ്ങളത് ക്ഷമിക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ ഞാൻ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഹൈലൈറ്റ് ആയിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായത്. മാക്കിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തത്. പിന്നെ വലിയ കോണ്ടോറിങ് എന്ന് പറയാൻ എടുത്തു പറയത്തക്ക കോണ്ടോറിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈറ്റായിട്ടുള്ള ഒരു കോണ്ടോറിങ് മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നോസ് ലെവലൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഡ്രസ്സ് ഇപ്പോൾ കാണുന്നതാണ് എല്ലാവരും. AK ഡിസൈൻ ആയിരുന്നു ഡിസൈൻ ചെയ്തത്. ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് പയ്യന്നൂരിലെ AK ഡിസൈൻസ് ആയിരുന്നു. പിന്നെ ഞാൻ മേക്കപ്പ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തത് PSCയുടെ മേക്കപ്പ് ഫിക്സറാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു മേക്കപ്പ് ഫിക്സറാണ് PSCയുടെ മൈക്രോ ഫിക്സർ. അപ്പോൾ അത് നല്ല രീതിയിൽ മറ്റുള്ള കുറേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു മേക്കപ്പ് ഫിക്സറാണ് എനിക്ക് ഇഷ്ടം. പിന്നെ അത് നന്നായിട്ട് അത് അബ്സോർവ് ആവാൻ വേണ്ടിയിട്ട് മിനി ഫാനൊക്കെ വെച്ച് കൊടുത്തു. എന്താ പറയേണ്ടതെന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ്. എവിടെയാണ് എന്താണെന്നുള്ളത് അതൊക്കെ വഴിയെ ശരിയായിക്കോളും. നിങ്ങളിപ്പം മെല്ലെ മെല്ലെ ഞാനിതെല്ലാം ശരിയാക്കി വരുന്നതായിരിക്കും. ഇപ്പം കുറേ നാളായി ഞാൻ വീഡിയോസൊന്നും ഇടാത്ത, അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇനി ഹെയറിലേക്ക് കിടക്കുകയാണ്. കേളി ഹെയറാണ് പ്രിഫർ ചെയ്തത്. അപ്പോൾ നമ്മൾ കേളി ഹെയർ ആയിട്ട് ചെയ്യാൻ പോവുകയാണ്. എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ബർഗണ്ടി ഷെയ്ഡുള്ള എക്സ്റ്റൻഷനാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഫ്രണ്ട് ബ്രെയ്ഡ് ചെയ്തിട്ട് ബാക്കിൽ കേൾ ചെയ്ത് അഴിച്ചിടാനായിരുന്നു പ്ലാൻ. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തത്. സെൻറ്റർ പാർട്ടീഷനാണ് എടുത്തത്. ഇപ്പോൾ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് രണ്ട് സൈഡും ബ്രെയ്ഡ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത്. മുടിയിൽ നന്നായിട്ട് എണ്ണ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി, ക്രിമ്പ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടി. മൈക്രോ ക്രിമ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ എണ്ണ ഉണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് നമുക്ക്. അതുകൊണ്ട് എല്ലാ ബ്രൈഡും അത് ശ്രദ്ധിക്കുക. നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കി വെക്കുക. നിങ്ങളുടെ സ്കാൽപ്പും നിങ്ങളുടെ ഹെയറും നന്നായിട്ട് ഓയിൽ ഫ്രീ ആക്കി വയ്ക്കുക. അതിന് പറ്റുന്ന രീതിയിലുള്ള ഷാമ്പൂ വാഷ് തന്നെ ചെയ്യുക. 1-2 തവണ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ചില ആൾക്കാർ 3 തവണയൊക്കെ ഷാമ്പൂ വാഷ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ അവരുടെ ഓയിൽ ഒന്ന് സ്കാൽപ്പിൽ നിന്നും ഹെയറിൽ നിന്നൊക്കെ കംപ്ലീറ്റ് മാറിപ്പോവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ
നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താലൊന്നും നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക. അത് നിങ്ങളങ്ങനെ ചെയ്യാണ്ട് വരുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട്. ഹെയർ സ്റ്റൈലൊന്നും വേണ്ടുന്ന രീതിയിൽ വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ അപ്പുറത്തുള്ള ഡമ്മി അതെൻ്റെ സ്വന്തം ഡമ്മിയാണ് കേട്ടോ. ഒറിജിനൽ ഹെയറിൻ്റെ ഡമ്മിയാണ്. അത് ഞാൻ ഒരിക്കൽ എറണാകുളത്ത് പോയ സമയത്ത് ഏകലവ്യയുടെ ക്ലാസ്സിന് പോയ സമയത്ത് അവിടെ നിന്ന് സാറിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ച ഡമ്മിയാണ് കേട്ടോ. അതിലാണ് നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് കേളി എന്ത് വേണമെങ്കിലും ചെയ്യാം. കേൾ ചെയ്യാം, അയണിങ് ചെയ്യാം, ക്രിമ്പ് ചെയ്യാം, ഒന്നും ആവില്ല. നമുക്ക് ഹെയർ സ്റ്റൈൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്ത് പഠിക്കാൻ പറ്റും. പക്ഷേ എന്നെപ്പോലെയുള്ള ആൾക്കാരാണെങ്കിൽ അതൊന്നും ചെയ്യാറില്ല. സത്യം പറഞ്ഞാൽ അത് വാങ്ങിയ സമയത്ത് മാത്രം കുറച്ച് ചെയ്തു എന്നല്ലാണ്ട് പിന്നെ അതങ്ങനെ അവിടെ വയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. എല്ലാവരും ചെയ്ത് പഠിക്കുക. മടി ഉണ്ടാവാനേ പാടില്ല. ഓക്കെ. പിന്നെ ഹെയർ സ്റ്റൈൽ നല്ല കേളൊക്കെ ചെയ്ത് കൊടുത്തു. കുറച്ച് മുടിയിൽ വൈഷ്ണവിയുടെ കുറച്ച് മുടി നമ്മൾ കേളൊക്കെ ചെയ്ത് കൊടുത്തു. ബാക്കി എക്സ്റ്റൻഷനൊക്കെ വെച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതിൻ്റെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് വാച്ച് ചെയ്യാം. ഇതാണ് വൈഷ്ണവിക്കുട്ടിയുടെ ഫൈനൽ ലുക്ക്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഇതാണ് വൈഷ്ണവിയുടെ കംപ്ലീറ്റ് എൻഗേജ്മെൻറ്റ് ലുക്ക് വരുന്നത്. നമുക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് വൈഷ്ണവിയോട് തന്നെ ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമുക്ക് വൈഷ്ണവിയുടെ സിസ്റ്ററുണ്ട്, അനിയത്തിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവരോടും കൂടെ ഒന്ന് ചോദിക്കാം. ഓക്കെ. ചുട്ടിയൊക്കെ സിമ്പിളായിട്ടാണ് ചുട്ടി വെച്ച് കൊടുത്തത്. ഡ്രസ്സിന് മാച്ചായ രീതിയിൽ തന്നെയാണ് ചുട്ടി അവൾ തന്നെയാണ് കൊണ്ടുവന്നത്. ഇഷ്ടപ്പെട്ടോ വൈഷ്ണവി? അനിയത്തി അനിയത്തിയില് പറയണ്ടേ? അപ്പൊ ബാക്ക് കാണിച്ച് ബാക്ക്. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഇന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. AK ഡിസൈൻ അല്ലേ? ഡ്രസ്സ് പയ്യന്നൂരിലെ AK ഡിസൈൻ. ഇനിയും കൂടെ തരുന്ന വൈഷ്ണവി ഡ്രസ്സ് ശരിക്കും ഒന്ന് കാണിക്കട്ടെ. പോസെല്ലാം അറിയാം നിൽക്കാൻ.